ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വിശിഷ്ടമായ പലഹാരം ഉണ്ടാക്കി തന്നു കേട്ടോ. നിങ്ങളെല്ലാവരും ഊണൊക്കെ കഴിഞ്ഞ് ഇന്ന് സ്പെഷ്യലൊക്കെ കാണുന്നത് ഞായറാഴ്ചയല്ലേ. ഇതാ നമ്മുടെ രജനി നോക്കൂ, രജനിയെ കാണുന്നില്ലേ? ഇതാ നമ്മുടെ രജനി ഞാനും കൂടെ അല്ല, അവൾ പോകാൻ പോവുക, ഞാനിതൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് രജനി ഹായ്, നാളെ എപ്പോൾ വരും? നാളെ വന്നിട്ട് വേണം നമുക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഈ കപ്പിന് 1 കപ്പ് പുട്ടുപൊടി, കരിയുള്ള പൊടി, 1 കപ്പ് അപ്പപ്പൊടി, നൈസ് പൊടി, ഇത് രണ്ടും എടുത്തിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ഇതാ വെല്ലം പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഇതാ വെല്ലം പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് വെല്ലം പാവ് കാച്ചത്, വെല്ലം പാവ് കാച്ചിയെ ഒഴിക്കാവൂ. നിങ്ങൾ ഉരുക്കി അരിച്ചെടുക്കാവൂ കേട്ടോ, അല്ലെങ്കിൽ അതിനകത്ത് ഒരുപാട് മണ്ണൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇതിന് 1.5 കപ്പ് വെല്ലം അരിച്ച് വൃത്തിയാക്കി എടുത്തതും കൂടെ ഒഴിക്കണം അതിലേക്ക്. അപ്പോൾ വെല്ലം, നൈസ് അരിപ്പൊടി, പുട്ടുപൊടിയുടെ പൊടി, അങ്ങനെ അപ്പപ്പൊടി പുട്ടുപൊടി ഓരോ കപ്പ്, വെല്ലം 1.5 കപ്പ്, വെല്ലം പാവാക്കിയത് 1.5 കപ്പ്, 1 മൂടി നാളികേരം, 3 ഏലക്ക, 1 നുള്ളു ജീരകം, 1 പിഞ്ച് ഉപ്പ്, ഇത്രയും സാധനങ്ങളും കൂടെ അരച്ചിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു. എന്നിട്ട് ഇതൊരു ചെറിയ പഴമില്ലേ, കുന്നമ്പഴം, ഇതൊരു 8 പഴം എടുത്തു. 8 പഴം എടുത്ത് തോല് കളഞ്ഞിട്ട് അതും അതിൽ തന്നെ ഇട്ടടിച്ചു. ആ വെല്ലവും നാളികേരവും ഏലക്കൊക്കെ ഇല്ലേ, അത് ഒരുവിധം അരഞ്ഞിട്ടേ ഉള്ളൂ, അതിലേക്ക് തന്നെ ഇതും കൂടി ഇട്ടു. ഇതും കൂടെ ഈ പഴവും കൂടെ നേരിടി അങ്ങോട്ട് അതിലിട്ട് ഞാൻ. അപ്പം നമുക്ക് അതിലിട്ട് അടിക്കാൻ എളുപ്പമാണ്. അങ്ങനെ അടിച്ചെടുത്ത മാവാണ് ഈ മാവ് കേട്ടോ. ഈ മാവിനെ നമ്മളിനി ഇതാ, ഈ മാവ് അതാണ് കേട്ടോ. ഈ മാവിനെ നമ്മൾ കുഴച്ച് ഉരുട്ടാം. ഇതിനെ കുഴച്ചുരുട്ടി ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ഇഡലി തട്ടും വെച്ച്, ഇഡലിയുടെ തട്ടല്ല, നമ്മൾ ആവിയിൽ പുഴുങ്ങുന്ന തട്ടില്ലേ, ആ തട്ടും വെച്ച് അതിലേക്കൊരു ചീന ഈ ഇലയും വെച്ചിട്ടുണ്ട്. ഈ ഇല വാടി തുടങ്ങി, വെള്ളം ചൂടാകാൻ തുടങ്ങിയുണ്ട്. ഇനി ഈ ഇലയിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഉരുട്ടി വയ്ക്കണം. ഇത് ഞാൻ അടക്കൊഴുക്കട്ടാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അട ഉണ്ടാക്കുന്ന മാവാണിത്. ഇലയുടെ ഉണ്ടാക്കില്ല നമ്മൾ, അകത്ത് മധുരം വെക്കാതെ പിന്നെ മാവും പഴവും അല്ലെ ഗോതമ്പ് മാവും പഴവും ഒക്കെ കൂടെ കുഴച്ചിട്ട് ഉപ്പും ഏലക്കായും ജീരകവും നാളികേരമൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ട് കുഴച്ചിട്ട് നമ്മൾ ഇലയിലും കുമ്പിളിലും ഒക്കെ ഉണ്ടാക്കുന്ന മാവില്ലേ, ആ രീതിയിലുള്ള മാവാണ് ഇത് കേട്ടോ. അതിനെന്താ നോക്കൂ, ഞാൻ തിരിതാത്ത് വെച്ചിട്ടുണ്ട് ഈ പാത്രത്തിൽ. ഓരോന്നായിട്ട് ഉരുട്ടി നമുക്ക് ഇതിലേക്ക് ഇടാം. 4 മണിക്ക് പലഹാരം വേണ്ട. ഇപ്പം ഒന്നാമത് സദ്യ 11 മണിക്കുണ്ടെന്നാണ് ചെന്നതും ഊണും കഴിഞ്ഞ് എളുപ്പം പോകുന്നു. കാരണം കുറേ നാളുകൂടെ ഞാനൊരു ഫങ്ഷൻ അറ്റൻഡ് ചെയ്തത്. ഇപ്പം എത്ര സമയം ഇരിക്കാൻ പറ്റുന്ന കപ്പാസിറ്റി അറിഞ്ഞുകൂടല്ലേ. ഇതിപ്പോൾ 2, 4, 6 ഒരു 15-16 എണ്ണം പിന്നെ ഉരുട്ടാനുള്ള മാവുണ്ട്. അതൊക്കെ ഞാനൊന്ന് ഉരുട്ടിട്ട് കേട്ടോ, അതെല്ലാം ഉരുട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം. കുറേശ്ശെ മാവെടുത്ത് ഉരുട്ടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ചൂടാകാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഏലക്കായുടെ ജീരകത്തിൻ്റെ വെല്ലത്തിൻ്റെ ഒക്കെ കൂടെ നല്ല മണം, നന്നായിട്ട് എല്ലാം ആയി കേട്ടോ. കയ്യില്ല കേട്ടോ. ഈ മാവ് കൊണ്ട് നിങ്ങളെ തിരിഞ്ഞ് കിട്ടട്ടെ. ഈ മാവ് കൊണ്ട് നിങ്ങൾ
ഇലയുടെയൊക്കെ ഞാനും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുകൊണ്ട് കുഴക്കട്ട ഉണ്ടാക്കുന്ന ആദ്യമായിട്ടാണ്. എന്താ പഴം ഇനി ഇരിക്കുന്നു, പക്ഷെ പെട്ടെന്നൊരു നിറവ്യത്യാസം വന്നു പഴത്തിന്. പക്ഷേ ഇങ്ങനെ പഴുത്ത പഴമാണ് അടയ്ക്ക് നല്ലത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പഴുത്ത പഴം എടുക്കണം. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞുതരാം. ഇതുകൊണ്ട് ഞാൻ ഇത് അടച്ചു വെക്കട്ടെ. ഇതുകൊണ്ട് ഞാൻ പഴംപൊരി ഉണ്ടാക്കി. ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ, ഒരു പരീക്ഷണം നടത്തിയതാണ്. പക്ഷേ ആ പരീക്ഷണം സക്സസ് ആയി. കാരണം ഈ പഴമില്ലേ, ഈ പഴത്തിനെ ഞാനിങ്ങനെ മുഴുവനെ തന്നെ എടുത്തിട്ട് ഞാനിതിനെ അപ്പം നിങ്ങൾ ഇത് കണ്ടല്ലോ, ഒരു പാത്രത്തിലെ സംഭവം. ഇത് അറച്ചിതാ ഒരു 15-16 എണ്ണം ഉണ്ട് കേട്ടോ. ഇനി അതോടൊക്കെ വേകട്ടെ. ഞാനതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അതിന് ശേഷം നിങ്ങളെ ഞാൻ കാണിക്കാം. എന്നിട്ട് ആ പഴം കൊണ്ട് ഞാൻ ഒരു 6-7 എണ്ണത്തൊരു പരീക്ഷണം നടത്തിയതാണ്. സത്യത്തിൽ ഒരു 6-7 പഴം എടുത്തിട്ട് ഞാൻ പരീക്ഷണം നടത്തി. അതവിടെ കിടന്ന് വേകട്ടെ. അപ്പോൾ ഒരു 6-7 പഴം എടുത്ത് ഞാൻ പരീക്ഷണം നടത്തിയപ്പം അത് നന്നായിട്ട് ഒത്തു. നമ്മൾ പഴംപൊരിക്ക് എടുക്കുന്ന കൂട്ടില്ലേ, മൈദമാവ്, ലേശം മഞ്ഞൾപ്പൊടി, ഇത്തിരി പഞ്ചസാര, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും കൊണ്ട് പഴം നമുക്ക് മുക്കി ഇടത്തക്ക പാകത്തിന് കലക്കി. എന്നിട്ട് ഈ പഴം അതിൽ മുക്കി വെളിച്ചെണ്ണയിലിട്ടു. നല്ല സൂപ്പറായിട്ട് കിട്ടി. കോരി ഞാൻ എടുത്തു. എന്തൊരു ടേസ്റ്റായിരുന്നറിയാം. ഓരോ പഴംപൊരിയാക്കി ഞാൻ എടുത്തു. നല്ലതായിരുന്നു. കുന്നംപഴം, രസകദളി എന്നൊക്കെ പറഞ്ഞില്ലേ, തിരുവനന്തപുരത്തൊക്കെയാണ് ഈ രസകദളി എന്നാണ് പറയുന്നത് തോന്നുന്നു. ഇവിടെ കുന്നംപഴം എന്നാണ് പറയുന്നത്, ചെറിയ പഴം. ഇത് വലിപ്പക്കുറവായിരുന്നു. വലിപ്പം ഉണ്ടായിരുന്നു എനിക്ക് തോന്നി 2ആയിട്ട് കീറി എടുക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തു, നല്ലതായിരുന്നു. ഇവിടെ ഞങ്ങൾ ഇന്ന് ഒരു കല്യാണത്തിന് പോയി എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ വീട്ടിലെ നമ്മുടെ ഒരു അയൽവക്കത്തെ മകളുടെ കല്യാണമായിരുന്നു. ഇവിടെ കല്യാണം ഒരുപാട് ജനങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയി, ഒരു ഡ്രൈവറെയൊക്കെ വിളിച്ച് ഞങ്ങൾ പോയി. അവിടെ ചെന്നു, കല്യാണം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച്. അപ്പോൾ എൻ്റെ ബാഗ് ഓൺലൈനായിട്ട് ഇന്നലെ ഒരു ഹാൻഡ് ബാഗ്, ചെറിയ ബാഗില്ലേ നമ്മൾ എവിടെയും പാനൊക്കെ ആയിട്ട് അത്യാവശ്യം ഫോണും പൈസ കണ്ണടയൊക്കെ വയ്ക്കുന്ന എൻ്റെ ബാഗിൻ്റെ സിബ് ഇത്തിരി പൊട്ടി. അകത്തെ സിബ് പൊട്ടി, പുറത്തേ തന്നെ പൊട്ടിപ്പോൾ വൃത്തികേട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ സെഞ്ച്വറി കയറി ഒരു ചെറിയ ബാഗ് മേടിച്ചു. ഇതിനിടയിൽ കൂടെ എൻ്റെ ചെറിയ മരുമകൾ ഓൺലൈനായിട്ടൊരു ബാഗ് വലിച്ചു തന്നു. പക്ഷെ അത് നമ്മുടെ ചിത്രത്തിൽ കണ്ടപ്പം അത്ര വലിപ്പമില്ലായിരുന്നു. പക്ഷെങ്കിൽ ബാഗ് വന്നു കഴിഞ്ഞപ്പം വലിയ ബാഗ്. അപ്പോൾ അത് കാരണം അത് എനിക്ക് കൊണ്ട് നമുക്കൊരു സിമ്പിളായിട്ടുള്ളൊരു ബാഗിനാണ് പോയത്. അപ്പോൾ ഇന്ന് കടയിൽ കയറി ഭയങ്കര ചൂട്, ഞാൻ ഫാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഡ്രൈവർ ഉണ്ടല്ലോ, ഞാൻ പഠിപ്പിച്ച കുട്ടി തന്നെ സുനിയുടെ ഡ്രൈവർ. അപ്പോൾ ഞവനോട് വേണ്ട സുനിലെ എനിക്ക് ഇങ്ങനെ ഒരു ബാഗ് മേടിക്കണം എന്ന് പറഞ്ഞു. മാഷ് കടയിരിക്കാൻ നിന്നതുള്ളൂ, മാഷ് നോക്കിയൊന്നുമില്ല. അപ്പം സെഞ്ച്വറി കയറി ഒരു ബാഗ് മേടിച്ച്, ചെറിയ ബാഗ്, നമ്മുടെ പേഴ്സും നമ്മുടെ കണ്ണടയും മൊബൈലും ഒക്കെ മാത്രം ഇരിക്കത്തക്ക ഒരു ബാഗ് അങ്ങനെ മേടിച്ചൊക്കെ ഇവിടെ വന്നു. അപ്പോഴേ രജനി മോൻ്റെ അവിടുന്ന് വേറൊരു ടീച്ചർ അവിടേക്ക് പോയിട്ട് അവിടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെയും പോയിട്ട് അവിടെ വീട്ടിൽ പോയിട്ട് അപ്പോൾ ഞാൻ ഫോൺ ചെയ്തപ്പോൾ അവൾ വന്നപ്പോൾ അവൾ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചു.
ഒക്കെ കഴിഞ്ഞിട്ട് അപ്പം രജനി പോയത്. അപ്പോൾ ഇങ്ങനൊരു പലഹാരം ഉണ്ടാക്കാം. ഇന്ന് പായസം ഒത്തിരി കുടിച്ചു, അതുകൊണ്ട് എനിക്ക് വിഷമമുണ്ട് ഇത് കഴിക്കാൻ. എന്നാലും മാഷക്ക് 4 മണിക്ക് എന്തെങ്കിലും കൊടുക്കണ്ടേ. എന്നാൽ അത് 11 ഭക്ഷണം കഴിച്ചതാണ്. അപ്പോൾ ഇത് 4 മണിയാകുമ്പോൾ ഇതിൻ്റെ കൂടെ 4:30 ആകുമ്പോൾ ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ കാപ്പിയോ ചായ ഒന്നും 4 മണിക്ക് കുടിക്കില്ല, അല്ലെ കട്ടൻ ചായ ഇട്ട് പിന്നെ കൊടുക്കാമെന്ന് വിചാരിക്കാം. അപ്പോൾ അത് ഒരിക്കൽ കൂടി ഞാൻ പറയാം. ഒരു കപ്പ്, ഈ കപ്പിനാണ് കേട്ടോ, ഇതാ ഈ കപ്പിന് 1 കപ്പ് നൈസ് പൊടി, അപ്പപ്പൊടി, 1 കപ്പ് നമ്മുടെ ചെമ്പ പുട്ടുപൊടി, അതും അപ്പോൾ 2 കപ്പ്. ഇതിനൊരു 1 കപ്പും ഒരു ഇത്തിരിയും കൂടെ വെല്ലപ്പാവ്, വെല്ലം ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത്. അല്ലാത്ത വെല്ലമൊന്നും നമ്മൾ ഉപയോഗിക്കരുത്, മണ്ണ് അതിനകത്ത് മുഴുവനും. അത് ഇതിലോട്ടാക്കി. എന്നിട്ടൊരു 8 പഴം, കുഞ്ഞു പഴമാണല്ലോ, അപ്പോൾ 8 പഴം, വളരെ ചെറിയ പഴം, എന്താ കുന്നമ്പഴം 8 എണ്ണം. ഇത് നല്ല പാകമായ പഴം വേണം. പഴത്തിന് ഒരു കേടുമില്ല, പക്ഷെങ്കിൽ കണ്ടാൽ തോന്നും കേടാണ്. പഴത്തിന് ഡോക്ടേഴ്സൊക്കെ പറയുന്നത് എന്നാൽ തൊലി കറുത്ത പഴമത്ര നല്ലത്, അതാണ് അത്ര പോഷകമൂല്യമുള്ളത്. അപ്പോൾ ഈ ഒരു 8 പഴം, 8 പഴത്തിന് ആദ്യം നാളികേരം, 1 മൂടി നാളികേരവും 3 ഏലക്കായും 1 നുള്ളു ജീരകവും 1 പിഞ്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചു. ഒരുപാട് അരഞ്ഞു പോകരുത്. എന്നിട്ട് അതിലേക്ക് ഈ പഴം തോല് കളഞ്ഞ് ഞെരുടി അതും കൂടി ഇട്ടു. അതും കൂടി ഇട്ടിട്ട് നമ്മൾ നല്ലോണം ഒന്നുകൂടെ അടിച്ചിട്ട് മിക്സ് ചെയ്ത് ഈ മാവിലേക്ക് മിക്സ് ചെയ്തു. ആ കൂട്ടിനെ ഈ മാവിലേക്ക് ചേർത്ത് വെല്ലം ഇതെല്ലാം കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്ത് ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് അതിൻ്റെ തട്ട് വെച്ച്, പിന്നെ ആവിയിൽ പുഴുങ്ങുന്ന പലഹാരങ്ങളൊക്കെ ഉള്ള ആ തട്ടില്ല, ആ തട്ട് വെച്ച് ഒരു ചീന്തയില ഇട്ട് അതിലേക്ക് ഈ കൊഴുക്കട്ടയെല്ലാം ഉരുട്ടി അത് വെച്ചു. ചെറിയ ചെറിയ കൊഴുക്കട്ടയാക്കണം, ഒരുപാട് വലുതാക്കരുത്, പെട്ടെന്ന് വെന്ത് വരും. എന്തൊരു ടേസ്റ്റാണെന്നറിയാം. പഴത്തിൻ്റെ മധുരവും ഈ വെല്ലപ്പാവിൻ്റെ മധുരവും ശർക്കരയും ഏലക്കയും പിന്നെ ജീരകവും ഇതെല്ലാം കൂടെ ഒരു പിഞ്ചുപ്പും എന്തൊരു ടേസ്റ്റാണെന്നറിയാം. ആഹാ, വേണമെങ്കിൽ ഒരു ശകലം നെയ്യ് ചേർക്കാം, ഒന്നുകൂടെ സോഫ്റ്റ് ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ചേർത്തില്ല, കാരണം ഞങ്ങൾ വയസ്സന്മാരല്ലേ, അത് കാരണം ചേർത്തില്ല. ഈ ചുരിദാറിൻ്റെ ടോപ്പില്ലേ, ഈ ചുരിദാറിനൊരു കഫയുണ്ട് എനിക്ക്, ഞാൻ പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പം ഇത് ഇട്ടുകൊണ്ടിന്ന് നിങ്ങളെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. പുതിയ ചുരിദാറാണ്, ഒരു പച്ച പിടിക്കാൻ ഒരു ഗോൾഡൻ, പിന്നെ കൈയുടെ ഇവിടെ ഇതാട്ടോ, കൈയുടെ ഇവിടെ ഒക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. ഇങ്ങനത്തെ ഒരു നല്ലത്. ഇതിൻ്റെ താഴെയുള്ളതാണ്, താഴോട്ട് കാണിക്കാൻ എനിക്ക് പറ്റില്ല, അവളുണ്ടായിരുന്നെ കാണിച്ചു തരും. അതാണെങ്കിൽ സൂപ്പർ, ഒരു ക്രീം കളർ. അങ്ങനെ നോക്കട്ടെ കാണിക്കാൻ പറ്റുമോ, ഇല്ല, കാണിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അത് അങ്ങനെ പിന്നെ ഇതാണ് അതിൻ്റെ ഒരു താഴെ ഇതേ കളറിലുള്ള കല്ലാസം. ഇതെല്ലാമാണ് ഇതിൻ്റെ ഡ്രസ്സ്. നല്ല നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സായിരുന്നു കേട്ടോ. ഞാൻ കല്യാണത്തിനൊന്നും ഞാൻ സാരി കൊടുക്കാതെ പോകാറില്ല. എനിക്ക് സാരി എല്ലാം കൂടെ വാരി ചുറ്റാൻ വയ്യായിരുന്നു ഇപ്പോഴത്തെ ശാരീരിക അവസ്ഥയിൽ. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതങ്ങ് ഇട്ടു. അപ്പോൾ മാഷം പറഞ്ഞത് മതി, സാരി ഒന്നും വലിച്ചു ചുറ്റിക്കൊണ്ട് വരണ്ട, അത് കാരണം കൊണ്ട്. പക്ഷേ എല്ലാവരും പറഞ്ഞു, ഞങ്ങളുടെ കോളനി അല്ലേ, അപ്പോൾ എല്ലാവരും നമ്മുടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് പേര് ടീച്ചർക്ക് നന്നായിട്ടുണ്ടായി, ടീച്ചർക്ക് നല്ല ഡ്രസ്സായിരുന്നു, ടീച്ചർക്ക് യോജിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സമാധാനമായി. അല്ലെങ്കിൽ നമ്മളധികം കല്യാണത്തിന് സാരി ആദ്യമായിട്ടാണ് ചുരിദാറിട്ടൊരു കല്യാണത്തിന് പോകുന്നത്. പക്ഷേ ഇത് കംഫർട്ടാണ്. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണാണല്ലോ നമുക്ക് വലുതല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഈ മാല ഇതൊക്കെ എൻ്റെ മോൻ മേടിച്ച് തന്നതാണ്, രണ്ടാമത്തെ മോൻ മേടിച്ച് തന്നതാണ്. ഇത് അവരുടെ 10ാം വർഷം ആനിവേഴ്സറിക്ക് അവർക്ക് മരുമോക്ക് മേടിച്ച് കൊടുത്തപ്പോൾ കൂടുതൽ എനിക്കും കൂടെ മേടിച്ച് തന്ന ഈ മാല ഞാൻ ഇടാറില്ല, കാരണം എനിക്ക് ഇത്രയും വലുത്. ഇതിൻ്റെ ലോക്കറ്റാണെങ്കിൽ വലിയൊരു ചക്രം പോലെ ഒന്നും ഞാൻ ഇത്രയും വലുതൊന്നും എനിക്ക് ചെറുതല്ലേ ഇടുള്ളൂ. ഇതും തകിടും കൂടും താലിയും കൂടാണ് ഞാൻ ഇടുക, തകിടും കൂടും താലിയും കൂടെ. അത് അപ്പോൾ ഇന്നിപ്പോൾ കല്യാണമല്ലേ, എന്തെങ്കിലും ഒന്നുകൂടി ഇടാമെന്ന് എടുത്തിട്ടതാണ്. പിന്നെ അപ്പോൾ ഈ ഡ്രസ്സ് ടീച്ചർക്ക് യോജിക്കുന്നുണ്ട് നിങ്ങൾ പറയണം കേട്ടോ.
അഥവാ എനിക്ക് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതും പറയണം കേട്ടോ. ടീച്ചർക്ക് ഇത് വേണ്ട, ടീച്ചർക്ക് ഈ ഡ്രസ്സ് യോജിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതും പറയണേ. അപ്പം നമ്മുടെ ഇത് എന്തായതുകൊണ്ടോ ഒന്നും അറിയുന്നില്ല. എന്തായാലും നിങ്ങൾ നോക്കട്ടെ. ആയില്ല, ഒരു 10 മിനിറ്റ് കൂടെ വേണം. ഞാൻ ഇന്ന് എന്തോ ഒരു 2 വരി ഇട്ടിരുന്നതോ മറന്നുപോയി. ഓർമ്മയില്ല. പിന്നെ എന്തെങ്കിലും 2 വരി പറയണമെന്നുണ്ടായിരുന്നു, മറന്നു. ഒന്നും ഓർമ്മയിൽ വരുന്നില്ല ഇപ്പം ഇന്ന്. നമ്മുടെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ഈ പലഹാരം. ഈ പലഹാരത്തിൻ്റെ പേരെന്താ ടീച്ചർ പറഞ്ഞത്? അടയുടെ മാവായതുകൊണ്ട് ഞാൻ അതിന് അടക്കൊഴുക്കട്ട എന്നാക്കി. ഒരു വെറൈറ്റി കൊഴുക്കട്ട, അടക്കൊഴുക്കട്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് എനിക്കറിയാം. ഒരു 5 മിനിറ്റ് കൂടെ മതി ആകാൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടു. നമ്മുടെ ആ ഡോക്ടർ ആ കുഞ്ഞിനെ ചെയ്തതൊക്കെ നമ്മുടെ ഹൃദയം തേങ്ങി ഇരിക്കല്ലേ. അത് വിഷമിച്ചിരിക്കുമ്പം ആ വയനാട് ദുരന്തം, അർജുനൻ്റെ കഥ, ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പം ഇന്നലെ ഒരു പെൺകുട്ടി അനഘ എന്നുണ്ടോ പേര്, ആ കുഞ്ഞ് മുത്തശ്ശി മാത്രമായിട്ടൊരു വീഡിയോ ഞാൻ കണ്ടു ഒരു ചാനലിൽ. കുഞ്ഞറിഞ്ഞിട്ട് കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും ഏട്ടനും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. നിങ്ങളൊക്കെ കണ്ടല്ലോ. അവർ 4 പേരും പോയി. മുത്തശ്ശി, അച്ഛൻ്റെ അമ്മയുമുണ്ട്, ഈ കുഞ്ഞും മാത്രമുണ്ട്. കുഞ്ഞ് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കായിരുന്നല്ലോ. അവളുടെ വയ്യാഴിയൊക്കെ ഒരുക്കം പോയി. അന്ന് ഡിസ്ചാർജ് ചെയ്യുക ഇന്നലെ. പക്ഷെ വാടക വീടൊക്കെ സർക്കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ആ വീട്ടിലേക്ക് ചെന്ന് കയറുമ്പോഴത്തേ അവരുടെ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കാൻ. എല്ലാവരും പോയിട്ട് ഒരു പുതിയൊരു അന്തരീക്ഷത്തിലേക്ക്. ഈ എത്ര മാനസിക വ്യഥ അമ്മൂമ്മയ്ക്ക് ഉണ്ടായിരിക്കുമല്ലേ മുത്തശ്ശിക്ക്. കുഞ്ഞറിഞ്ഞിട്ടില്ല അച്ഛനും അമ്മയും എന്ത് ചെയ്യുന്ന അവൾ അറിഞ്ഞിട്ടില്ല. അവർ മരിച്ചതും അവൾ അറിഞ്ഞിട്ടില്ല. ചിലപ്പോൾ അവർ ഹോസ്പിറ്റലിൽ ഇവിടെ പോയി വയ്യാതെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കാണും. ആ അച്ഛനും അമ്മയും ചേട്ടനും പോയി എന്നുള്ളത് അറിയുമ്പോഴത്തേ അവളുടെ അവസ്ഥ. കുഞ്ഞിൻ്റെ കൂടെ ഒന്നിച്ച് കിടന്നുറങ്ങിയ ആ ചേട്ടനും അമ്മയും അച്ഛനും പോയിരിക്കുന്നു. ചിന്തിച്ചു നോക്കെ. ആ മുത്തശ്ശിയുടെ അവസ്ഥയോ? ഇപ്പോഴത്തെ റൂമിലെ രാത്രി അത്താഴം കൊണ്ടുവച്ച് കിടന്ന മകനും ഭാര്യയും കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങളില്ല, മോൻ പോയി. അപ്പോൾ ഈ മുത്തശ്ശി കുഞ്ഞിനെ കൈക്ക് പിടിച്ച് പുതിയ വീട്ടിലേക്ക്, വാടക വീട്ടിലേക്ക് ചെല്ലുമ്പോഴത്തെ ഒരവസ്ഥ. എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്ത് തുടങ്ങണം, വലിയ അവർക്കറിയുമോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ആ അമ്മൂമ്മ തീരെ പൈസയാകുമ്പോൾ ഈ കുഞ്ഞിൻ്റെ അവസ്ഥ. ഇതൊക്കെ എന്നെ വല്ലാതെ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ മനസ്സിലേക്ക് പിടിച്ച് കയറ്റി വേദനപ്പെടുന്ന ഒരാളാണ്. എന്ത് ചെയ്യാം? ഈ ഇടയ്ക്കൊന്നും എൻ്റെ അസുഖങ്ങളുടെ കൂടെ എൻ്റെ ഈ അസ്വസ്ഥതകളും കൂടെ എന്നെ അലട്ടുന്നുണ്ട്. മനസ്സിനെല്ലാവർക്കും ഒരു കരുത്ത് കിട്ടാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലേ? അതല്ലേ പറ്റുള്ളൂ. അപ്പം ആ കുഞ്ഞിന് ആ കുഞ്ഞുമോക്ക് അവളുടെ അച്ചമ്മയ്ക്ക് എല്ലാവർക്കും മനസ്സമാധാനവും സ്വസ്ഥതയും കിട്ടാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കാം. അവരുടെ വേണ്ടപ്പെട്ടവരെല്ലാം പോയില്ലേ, അവരുടെ ആത്മാവിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഇനി ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? നിങ്ങളുടെയൊക്കെ മനസ്സിങ്ങനെയല്ലേ ഇപ്പം കിടന്ന് വേദനപ്പെടുകയല്ലേ? നമ്മൾക്കുമൊക്കെ ഇതൊക്കെ സഹിക്കാനുള്ള ശക്തി അവരെ ഓർത്ത് നമുക്ക് സമാധാനം. അവർ സഹിക്കുന്നത് നമുക്ക് സഹിക്കാൻ പറ്റും. അങ്ങനെ അപ്പോൾ എൻ്റെ ഈ കൊഴുക്കട്ട ഇപ്പം വെന്ത് കാണും മക്കളെ. ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് ഈ ഷാൾ ഇട്ടുകൊണ്ട് ജോലി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെങ്കിൽ എനിക്ക് ഷാൾ ഇടാതെ ചെയ്യാനും മടിയാണ്. വീട്ടിൽ ഷാളിൻ്റെ ആവശ്യമില്ല, പക്ഷേ എനിക്ക് മടിയാണ്. എന്താ ചെയ്യും? നോക്കട്ടെ അതെന്തായാലും. നോക്കാം. കുറച്ചും കൂടെ നമുക്ക് ചാത്തി കഴിക്കാം അല്ലേ? ഇപ്പം ഇതാണ് പാകം അല്ലേ? ഇതിൻ്റെ പാകത്തിലെ ഞാനിതൊന്ന് നോക്കട്ടെ. പാകമായി ഓരോന്നായിട്ട് ഞാൻ എടുത്ത് നിങ്ങളെ കാണിക്കാം.
എടുക്കട്ടെ, നമുക്ക് എടുക്കാൻ പറ്റുന്നത്. ചെറുതായിട്ടാണ് ഉരുട്ടിയിരിക്കുന്നത് കേട്ടോ. കാന്തൊരു പക്ഷെ ഇങ്ങനത്തെ പലഹാരം ഭയങ്കര ഇഷ്ടമാണ്. നല്ല കൊഴുക്കട്ടയാണ്. ആ പഴത്തിൻ്റെ ഇനി ഇതിലുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ എല്ലാം എടുക്കുന്നില്ല, കുറെ കൂടെ ഉണ്ടില്ല, ഇത്ര എടുക്കാം. ഇതാണ് നമ്മുടെ അടക്കൊഴുക്കട്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കൊഴുക്കട്ട ഇഷ്ടമാകും കേട്ടോ. ഇഷ്ടമായ ടീച്ചറോട് പറയണം. ഇത് എളുപ്പമാണ്. അരിപ്പൊടി, അപ്പപ്പൊടി, പുട്ടുപൊടി, വെള്ളപ്പാവ്, ജീരകം, ഏലക്ക, ഒരു പിഞ്ച് ഉപ്പ്, പിന്നെ ഒരു 6-7 നമ്മുടെ പാകം പോലുള്ള മധുരത്തിനനുസരിച്ചുള്ള പഴം. ഏത് പഴവും, ചെറുപഴവും പറ്റും, നേന്ത്രപ്പഴം എല്ലാം പറ്റും. പക്ഷെ ഇത് കുന്നംകായാണ് കേട്ടോ, നമ്മുടെ ഇവിടെ ഉണ്ടായ കായാണ്. നോക്കൂ, നല്ല അസൽ കൊഴുക്കട്ട. സൂപ്പർ. ചൂടാ, അയ്യോ മധുരില്ല. അതിരുചി, രുചികരമെന്ന് പറഞ്ഞാൽ പോരാ. അതാ ഈ കൊഴുക്കട്ട നിങ്ങളെല്ലാവരും ഉണ്ടാക്കി കഴിക്കാൻ നോക്കണം. എളുപ്പമായിട്ടുള്ള ഒരു ക്വിക്കായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമാണ്. ട്രഡീഷണലാണ്. ഇതിങ്ങനെ പറഞ്ഞുകൊണ്ട് കുറച്ചൊക്കെ കൊഴുക്കട്ട ഉണ്ടാക്കി നിങ്ങളധികം കണ്ടു കാണില്ല. ഒരു വെറൈറ്റി കൊഴുക്കട്ടയാണ്. മുമ്പൊക്കെ ഞാൻ ഒരുപാട് തരം കൊഴുക്കട്ടകൾ ഇട്ടിട്ടുണ്ട് തുടക്കത്തിൽ. എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുകയും ചെയ്തു. ഞാനൊരു കൊഴുക്കട്ട സ്പെഷ്യലിസ്റ്റായിട്ടാണ്. നല്ല കൊഴുക്കട്ട, കൊഴുക്കട്ട നല്ല കൊഴുക്കട്ട, കുന്നമ്പഴം കൊണ്ടുണ്ടാക്കിയ കുന്നൂറ് പോലെ ഉണ്ടാക്കി വെച്ച കുഞ്ഞു കുഞ്ഞു കൊഴുക്കട്ട, കുഞ്ഞു കുഞ്ഞു കൊഴുക്കട്ട, തിന്നാൻ വായോ കൂട്ടുകാരെ, തിന്നാൻ വായോ കൂട്ടുകാരെ, തിന്നാൻ വായോ കൂട്ടുകാരെ. ഞാനിപ്പം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ നമസ്കാരം, നന്ദി. എന്നെ ഇത്രയും നേരം സഹിച്ച നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും നന്മയും ഐശ്വര്യവും ദീർഘായുസ്സും തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, ലോകാ സമസ്ത സുഖിനോ ഭവന്തു. താങ്ക് യു സോ മച്ച്.